പെർഫോമൻസ് റിവ്യൂവിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ സെറ്റിംഗ് ആണ്. നമ്മൾ തമ്മിൽ ഒരു ധാരണ ഉണ്ടാകുമ്പോൾ ഞാൻ ഇതിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നും അങ്ങനെ എക്സ്പെക്ടേഷൻ ഉണ്ടായാൽ എന്താണ്, ഉണ്ടായില്ലെങ്കിൽ എന്താണ് എന്നതിൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് കുറയും. എക്സ്റ്റേണൽ റീസൺസ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള കാരണങ്ങൾ, അത് പലപ്പോഴും നമ്മുടെ കൺട്രോളിലല്ല. നമ്മൾ തമ്മിലുള്ള ഇന്റർവ്യൂവിൽ എന്ത് ചോദ്യങ്ങൾ ചോദിക്കണം എന്നത് എക്സ്റ്റേണൽ ആണ്, എന്ത് ഉത്തരം പറയണം എന്നത് എന്നെ അപേക്ഷിച്ച് ഇന്റേണൽ ആണ്. പൊതുവെ നോക്കിക്കോളൂ, എപ്പോ ഈ റിവ്യൂ കൊണ്ടുവരുമ്പോഴും ബഹുഭൂരിപക്ഷം ആളുകളും എക്സ്റ്റേണൽ റീസൺസ് ആയിരിക്കും പറയുക. പൊതുവെ 4 വിഭാഗങ്ങളിലായിട്ടാണ് ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് റിവ്യൂ നടത്തുക. നമസ്കാരം സർ. നമസ്കാരം സർ. പല ഓർഗനൈസേഷൻസിലും ഇപ്പോൾ ഓൺടർപ്രണേഴ്സ് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ മെഷർ ചെയ്യുന്ന ഇമ്പോർട്ടൻസിനെ പറ്റി സർ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഈ എംപ്ലോയീസിൽ ഈ ഒരു മെഷറിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മെന്റാലിറ്റി പലപ്പോഴും ഓൺടർപ്രണേഴ്സ് പറഞ്ഞ് കേൾക്കാറുണ്ട്. എൻ്റെ സ്ഥാപനത്തിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് റിവ്യൂ സിസ്റ്റം ഇല്ല, അല്ലെങ്കിൽ അത് കൊണ്ടുവരുമ്പോൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്താണ് എന്നൊക്കെ അവർ കുറേ നമ്മുടെ അടുത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ സാർ, എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? ഒരു പെർഫോമൻസ് റിവ്യൂ സിസ്റ്റം ഒരു ഓർഗനൈസേഷനിൽ കൊണ്ടുവരേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം? ബിസിനസ്സിൽ എല്ലാം അളക്കണം എന്നാ പറയാ, അളക്കാത്തതിൽ ഒന്നിലും വളർച്ചയുണ്ടാവില്ല. ബിസിനസ്സിൽ 2 പ്രധാന റിസോഴ്സുകളെ കൃത്യമായി അളക്കണം. ഒന്ന് ഫിനാൻസ്, 2 HR, ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്ന കാര്യത്തിൽ. ബഹുഭൂരിപക്ഷം SMEയിൽ ഇത് 2ഉം അളക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ചിലപ്പോൾ ചില കമ്പനികളിൽ ഫിനാൻസ് അളക്കും, HR അളക്കാറില്ല. എൻ്റെ അറിവിൽ മെജോറിറ്റി SMEകളിൽ ഹ്യൂമൻ റിസോഴ്സുകളെ അളക്കാറില്ല. എന്താണ്, എങ്ങനെയാണ് അളക്കുക എന്ന് പറയുന്നത്? നമ്മൾ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു കൊച്ചിനോട് ടീച്ചർ പറയും, നിനക്ക് 3 മണിക്കൂർ ഒരു എക്സാം ഉണ്ട്, ആ എക്സാമിൽ 10 ചോദ്യങ്ങൾ ഉണ്ടാകും, 8 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി, ഒരു ചോദ്യത്തിന് 5 മാർക്ക്, അങ്ങനെ 8 ചോദ്യത്തിന് 40 മാർക്ക്. 40ൽ 20 കിട്ടിയാൽ നീ പാസ്സാകും, ഇല്ലെങ്കിൽ നീ ഫെയിലാകും. അപ്പം എഴുതാൻ പോകുന്ന കുട്ടിക്ക് കൃത്യമായി അറിയാം എന്നെ എങ്ങനെയാണ് അവരളക്കാൻ പോകുന്നതെന്നും ഞാൻ എന്ത് ചെയ്താലാണ് ആ മാർക്ക് എനിക്ക് കിട്ടുക എന്നും ഞാൻ പാസ്സാവാൻ താല്പര്യമുള്ളവനാണെങ്കിൽ എത്രത്തോളം ഒരുങ്ങേണ്ടിയിരിക്കുന്നു എന്നും എല്ലാം ആ കുട്ടിക്ക് മനസ്സിലാവും. അതുപോലെ നമ്മുടെ ജീവനക്കാരെ ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇന്നതാണെന്നും അത് ഇങ്ങനെയായിരിക്കും അളക്കാൻ പോകുന്നതെന്നും അളന്ന് കിട്ടുന്ന ആ സ്കോറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിനക്ക് പ്രൊമോഷനും ഇൻക്രിമെൻറ്റും എന്നെല്ലാം കൃത്യമായി ഒരു എംപ്ലോയിനോട് പറഞ്ഞു കൊടുക്കാൻ കഴിയുമെങ്കിൽ അയാൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യത കൂടുതലാണ് എന്നാണ്. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു പെർഫോമൻസ് റിവ്യൂ സിസ്റ്റം ഉണ്ടാവാറില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതായത് ആദ്യമേ തന്നെ ക്ലിയർ ആയിട്ടും ക്രിസ്പായിട്ടും അയാളുടെ അടുത്ത് നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കണം, അതല്ലേ സാർ? പെർഫോമൻസ് റിവ്യൂവിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ സെറ്റിംഗ് ആണ്. ഞാൻ നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് കൃത്യമായി നിങ്ങളോട് പറയാത്ത കാലത്തോളം ഞാൻ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് നിങ്ങൾ തരണമെന്നില്ല. പക്ഷെ നമ്മളെപ്പോഴും അങ്ങനെ പറയാറില്ല. പകരം 3 മാസം കൂടുമ്പോൾ 6 മാസം കൂടുമ്പോൾ അയാൾ വിളിച്ചിട്ട് പറയും, ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ നീ പെർഫോം ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ടാവും ഇൻഡയറക്ട്ലി, നിങ്ങൾ എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ ആ പ്രതീക്ഷ കൃത്യമായി പറയണം. അതിനെയാണ് KRA KPI എന്നൊക്കെ പറയുക. ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിനോട് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന്, ഉദാഹരണം, ഞാനൊരു ടെലി കോളിങ്ങിന് ഒരാളെ ജോലിക്കെടുക്കുകയാണ്. അപ്പോൾ അയാളോട് ഞാൻ കൃത്യമായി പറയണ്ടേ, നിങ്ങൾ ഓരോ ദിവസവും ചെയ്യേണ്ട ജോലി എന്താണെന്നും അതിൽ നിന്ന് കിട്ടേണ്ട റിസൾട്ട് എന്താണെന്നും ആ റിസൾട്ട് ഞാൻ എങ്ങനെ നിങ്ങളിൽ നിന്ന് അളക്കുമെന്നും ഞാൻ അയാളെ പറഞ്ഞ് ധരിപ്പിക്കണ്ടേ? അപ്പോൾ അയാളോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് 100 കോളുകൾ വിളിക്കണം, അതിൽ 60 കോളുകൾ കണക്റ്റഡ് ആവണം, ഈ 60 കോളുകളിൽ 30 കോളെങ്കിലും നിങ്ങൾ പിച്ച് ചെയ്യണം, അതിൽ നിന്ന് 4 ക്ലോസിംഗ് വരണം എന്ന് ഇങ്ങനെ എക്സ്പെക്ടേഷൻ കൃത്യമായി സെറ്റ് ചെയ്ത് കൊടുത്താൽ ഏത് ജോലിയിലും അതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്.
നമ്മളിൽ എത്ര സ്ഥാപനങ്ങളിൽ അങ്ങനെ KRA KPI ഡിഫൈൻ ചെയ്തിട്ടുണ്ട്? ബഹുഭൂരിപക്ഷ സ്ഥാപനങ്ങളിലും സെയിൽസിൽ ചിലപ്പോൾ കാണും, ആ ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു സാധനം മാത്രം കാണും. പക്ഷെ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളൊന്നും ഉണ്ടാവില്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഓരോ ജീവനക്കാരനും ഈ എക്സ്പെക്റ്റേഷൻ സെറ്റിംഗ് ക്ലിയറായി നടത്തണം. അത് വാഗൊണ്ട് പറഞ്ഞാൽ പോരാ, എഴുതി ഉണ്ടാക്കപ്പെട്ടിരിക്കണം. ഒരു മെയ്ഡ് ഇൻ ടെംപ്ലേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഓർഗനൈസേഷനിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഇത് പറഞ്ഞ് മനസ്സിലാക്കി അവന് കൊടുക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഓർഗനൈസേഷൻ ഉണ്ടല്ലോ. അതായത് ഇവനിപ്പോ എന്നെ ഇവർ മോണിറ്റർ ചെയ്യുകയാണ്, എന്നെ ഇവർ മെഷർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്, ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇവന്റെ മൈൻഡിലുണ്ടാവും. അപ്പൊ നമ്മളിത് മെഷർ ചെയ്യുന്നത് ഇന്ന കാരണങ്ങൾക്ക് കൊണ്ടാണ്. ഒന്ന്, നിനക്ക് ഇമ്പ്രൂവ് ചെയ്യാനാണ്. രണ്ട്, നിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാനാണ് എന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അവന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ അതൊരു അവന്റെ മൈൻഡിൽ ഒരു കൺഫ്യൂഷൻ ആയിട്ട് കിടക്കില്ലേ? ഈ അളക്കുന്നത് സ്ഥാപനത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, അത് ഒരു തെറ്റിദ്ധാരണയാണ്. അളക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വളരില്ല എന്നതാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, നിങ്ങൾ കൊള്ളാം എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വളരും? പകരം എൻ്റെ പെർഫോമൻസ് നിങ്ങളൊന്ന് 1നും 10നും ഇടയ്ക്ക് പറയാമോ? 10 ഏറ്റവും മികച്ചതും 1 ഏറ്റവും മോശം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നോട് പറയാണ് 6. അപ്പോൾ നിങ്ങൾ എന്നെ അളന്നു. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, എനിക്ക് നിങ്ങൾ 6 തന്നത്, ഞാനത് 8 ആക്കണമെങ്കിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ മെച്ചപ്പെടുത്തണം എന്നെനിക്ക് നിങ്ങൾ പറഞ്ഞു തരാമോ? അപ്പം നിങ്ങൾ എനിക്ക് 2-3 നിർദ്ദേശങ്ങൾ തരും. അപ്പം എന്ന് അളക്കുന്നുവോ അപ്പോഴേ നമുക്ക് വളർച്ചയുണ്ടാവുള്ളൂ. അപ്പോൾ ഓരോ ജീവനക്കാരനും താൻ അളക്കപ്പെടണമെന്നാണ് ആഗ്രഹിക്കേണ്ടത്. കാരണം അളന്നാലേ നമുക്ക് വളരാൻ പറ്റുള്ളൂ. നമ്മൾ വളർന്നില്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന കാലം വേസ്റ്റാക്കി എന്നാണ് അർത്ഥം. ഞാൻ 3 കൊല്ലം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ 3 കൊല്ലത്തിൽ നന്നായി വളരണം. വളർന്നില്ലെങ്കിൽ എൻ്റെ 3 കൊല്ലം ഞാൻ വേസ്റ്റാക്കി. കിട്ടുന്ന ശമ്പളമല്ല പ്രധാനം കേട്ടോ, ശമ്പളം എല്ലാം തീർന്നിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത സ്കിൽ, നിങ്ങൾ ഡെവലപ്പ് ചെയ്ത നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങൾ ആ 3 കൊല്ലത്തിൽ ഉണ്ടാക്കിയ നിങ്ങളുടെ നോളേജ്, അത് തീർന്നിട്ടേ ഉണ്ടാവില്ല, അത് നിങ്ങളുടെ കയ്യിലുണ്ടാകും. അപ്പം അതുകൊണ്ട് ശമ്പളം മേടിക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരാൾക്ക് ഇത് മനസ്സിലാവില്ല. പകരം വളരണം എന്നുള്ളൊരാൾക്ക് ഉറപ്പായി അയാൾ തന്നെ പറയണം സ്ഥാപനത്തിനോട്, എന്നെ ഒന്ന് അളക്കൂ, എൻ്റെ പെർഫോമൻസ് റിവ്യൂ കറക്റ്റായിട്ട് നടത്തൂ, ട്രാൻസ്പെറൻ്റായിട്ട് നടത്തൂ എന്ന് പറയേണ്ടതാണ്. അതായത് എന്നെ മെഷർ ചെയ്യേണ്ടത് എൻ്റെ ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ള രീതിയിൽ അവനെ മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റണം. അല്ല, അതാണ് യാഥാർത്ഥ്യം. അത് അവരെ ധരിപ്പിക്കുകയും ചെയ്യണം. സർ, നമ്മൾ ഇതിനകത്ത് 2 തരം വർക്ക്സ് വരാൻ ചാൻസസ് ഉണ്ട്. ഒന്ന് ടാസ്ക് ബേസ്ഡും വരും, റിസൾട്ട് ബേസ്ഡിലും വരും. നമ്മൾ എന്താണ് ഒരു KPI കൊണ്ടുവരാനായിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ഈ എക്സ്പെക്ടേഷൻ സെറ്റിംഗിൽ KPI ഡിഫൈൻ ചെയ്യുമ്പോൾ ആക്ടിവിറ്റി ബേസ്ഡ് ഉണ്ടാകും, അല്ലെങ്കിൽ ടാസ്ക് ബേസ്ഡ് ഉണ്ടാകും, റിസൾട്ട്. ഉദാഹരണം, 100 കോള് വിളിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, അത് ആക്ടിവിറ്റിയാണ്. 2 ക്ലോസിംഗ് നടത്തണം, അത് റിസൾട്ടാണ്. ആ 100 കോൾ ഒരു ദിവസം വിളിച്ചാലേ 60 കണക്റ്റ് ആവുള്ളൂ ആവറേജ്. അപ്പോഴേ 30 പിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ 2 ക്ലോസിംഗ് വരണം. അപ്പോൾ റിസൾട്ടും ആക്ടിവിറ്റിയും വരാം, പക്ഷെ റിസൾട്ടിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മൾ ഈ മോണിറ്ററിങ് ചെയ്യുമ്പോൾ എന്താണ് സർ ശ്രദ്ധിക്കേണ്ടത്? കാരണം മോണിറ്ററിങ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യാൻ പാടില്ല എന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ആക്ഷൻസ് എല്ലാം ഇതാണെന്നുള്ളൊരു ഫീല് കൊടുക്കാൻ പാടില്ല. അതൊരു യൂഷ്വൽ പ്രോസസ്സ് പോലെ നടന്നു പോകേണ്ട ഒരു കാര്യമാണ്. മോണിറ്ററിംഗിൽ എന്തൊക്കെയാണ് സർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് എക്സ്പെക്ടേഷൻ സെറ്റിംഗ് ആണെങ്കിൽ, സെക്കൻഡ് സ്റ്റെപ്പ് ആ എക്സ്പെക്ടേഷൻ സെറ്റിങ്ങിനെ, ആ KPIനെ, ആ പെർഫോമൻസിനെ മോണിറ്റർ ചെയ്യുക എന്നതാണ്. മോണിറ്റർ ചെയ്യപ്പെടാത്ത സ്ഥലങ്ങളിലെല്ലാം ഉഴപ്പുണ്ടാകും. അത് വ്യക്തിതലത്തിലും ഓർഗനൈസേഷൻ ലെവലിലും. അപ്പം മോണിറ്റർ ചെയ്യുക എന്നത് അനിവാര്യമാണ്. കാരണം മോണിറ്റർ ചെയ്താലേ സസ്റ്റൈനബിലിറ്റി ഉണ്ടാവുള്ളൂ. ആരെങ്കിലും നിരീക്ഷിക്കാനുള്ളപ്പോഴാണ് നമുക്ക് ചെയ്യാൻ തോന്നുക. അപ്പം അതുകൊണ്ട് ആ മോണിറ്ററിങ് അത് കൺസിസ്റ്റൻ്റായി, റെഗുലറായി. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഇതാണ്, ഒരു ദിവസം നിങ്ങൾ ഇത്ര കോൾ ചെയ്യണം, ഇത്ര കോൾ കണക്റ്റഡ് ആവണം എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ പോരാ, അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ മോണിറ്റർ ചെയ്യണം. അത് ചെയ്താൽ മാത്രം പോരാ. മോണിറ്റർ ചെയ്തതിന് ശേഷം
ഞാനതിനെ റിവ്യൂ ചെയ്യുന്നു. അതായത് നിങ്ങളുമായിട്ട് ഇരുന്നിട്ട് ഇത് ഇത്ര ആയില്ലല്ലോ, എന്താണ് കാരണം എന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറയുന്നു. സാർ, ഈ ഫോൺ ശരിയല്ലായിരുന്നു, ഇല്ലെങ്കിൽ ഇത് എൻട്രി ചെയ്യാനുള്ള CRM അത്ര ഫ്രണ്ട്ലി അല്ല, ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ സീസണിൽ ആളുകൾ ഉത്സവമായതുകൊണ്ട് തിരക്ക്. അപ്പം ഇങ്ങനെ പല കാരണങ്ങളുണ്ടാവാം. അപ്പോൾ നമ്മളിരുന്ന് അതിനെ റിവ്യൂ ചെയ്യുന്നു. മോണിറ്ററിങ് ഒരു 1 വേ ആണെങ്കിൽ റിവ്യൂ ഒരു 2 വേ ആണ്. അങ്ങനെ മോണിറ്റർ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മളവിടെ കണ്ടെത്തുന്നു. ആ കണ്ടെത്തലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചില ഫീഡ്ബാക്കുകൾ, ഇംപ്രൂവ്മെൻറ്റ് ട്രെയിനിങ്ങുകൾ സ്ഥാപനം നൽകുന്നു. അതായത് ഇന്ന കാര്യം ഇങ്ങനെ ചെയ്തു നോക്കൂ, അപ്പോൾ കുറച്ചും കൂടി മെച്ചപ്പെടും. ഇല്ലെങ്കിൽ ഈ ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരാൾ പറയാണ്, അപ്പോൾ ക്ലോസിങ്ങിന് വേണ്ടി മാത്രമുള്ള ട്രെയിനിങ് പ്രോഗ്രാം നമുക്ക് ഓർഗനൈസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു റിവ്യൂ കഴിഞ്ഞാൽ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം, ഒരു ഇംപ്രൂവ്മെൻറ്റ് മെക്കാനിസം എന്ന് പറയുന്നതാണ് അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. ഇതെല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ട. ഇതിലേതെങ്കിലും ഇല്ലാതെ പോയാലും ഇവിടെ അത് തെറ്റിപ്പോവാനുള്ള സാധ്യതകളുണ്ട്. ഈ എംപ്ലോയി ഈ KPIs അച്ചീവ് ചെയ്യാതെ ആകുമ്പോൾ കുറെ ജെന്യൂൻ ആയിട്ടുള്ള റീസൺസ് വരും. അതെങ്ങനെ നമ്മൾ വാലിഡേറ്റ് ചെയ്ത് കൊടുക്കാം? അവൻ പറയുന്ന റീസൺസ് എല്ലാം നമ്മൾ വാലിഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് ഉണ്ട് സ്ഥാപനത്തിന് റിവ്യൂ ചെയ്യുമ്പോൾ. അതെങ്ങനെ നമുക്ക് ബെറ്റർ ആയിട്ട് വാലിഡേറ്റ് ചെയ്ത് കൊടുക്കാം? എപ്പോഴും ഒരു KPI നമ്മൾ പറഞ്ഞതിന് ശേഷം അവർ അച്ചീവ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ 2 കാരണങ്ങളുണ്ടാകും. ഒന്ന് എക്സ്റ്റേണൽ റീസൺസ്, 2 ഇന്റേണൽ റീസൺസ്. എക്സ്റ്റേണൽ റീസൺസ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള കാരണങ്ങൾ, അത് പലപ്പോഴും നമ്മുടെ കൺട്രോളിലല്ല. ഇന്റേണൽ റീസൺസ് എന്ന് പറഞ്ഞാൽ ആരാണോ പറയുന്ന അയാളുടെ കാരണം. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ തമ്മിലുള്ള ഇൻ്റർവ്യൂവിൽ എന്ത് ചോദ്യങ്ങൾ ചോദിക്കണം എന്നത് എക്സ്റ്റേണൽ ആണ്, എന്ത് ഉത്തരം പറയണം എന്നത് എന്നെ അപേക്ഷിച്ച് ഇന്റേണൽ ആണ്. അപ്പോൾ പൊതുവെ നോക്കിക്കോളൂ, എപ്പോൾ ഈ റിവ്യൂ കൊണ്ടുവരുമ്പോഴും ബഹുഭൂരിപക്ഷം ആളുകളും എക്സ്റ്റേണൽ റീസൺസ് ആയിരിക്കും പറയുക KPI അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരുന്നതിന്. കാരണം അത് എളുപ്പമാണ്. പക്ഷേ ആ സമയത്ത് അതിൻ്റെ ഇൻ്റേണൽ റീസൺസ് ഡയഗ്നോസ് ചെയ്യുകയും അത് അവരെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് അവർക്ക് വളർച്ചയുണ്ടാവുക. മാർക്കറ്റ് മോശമാണ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റീസണാണ്. ആ മോശമായ മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതൊരു ഇൻ്റർണൽ സാധനമാണ്. ആ ഇൻ്റർണൽ എവിടെയാണ് പാകപ്പിഴ ഉണ്ടായതെന്ന് നിങ്ങളെ കാണിച്ചു കൊടുക്കുകയും നിങ്ങളെ പറഞ്ഞ് ധരിപ്പിക്കുകയും ചെയ്യുന്നതിനെയാണ് ഞാൻ ഫീഡ്ബാക്ക് മെക്കാനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം, ഈ വാലിഡേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. പലപ്പോഴും നമ്മൾ സ്കോറിങ് മാത്രമായി ഒതുങ്ങിപ്പോകുന്നതായിട്ട് കാണാറുണ്ട് പെർഫോമൻസ് റിവ്യൂ സിസ്റ്റം. അതല്ലാതെ ഇങ്ങനെ ഒരു 2 വേ കമ്മ്യൂണിക്കേഷൻ നടത്തി ഒരു എംപ്ലോയിയുടെ ഇഷ്യൂ എന്താണെന്ന് കണ്ടെത്തി അതിനെ വാലിഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് ഓർഗനൈസേഷനുണ്ട്. അതിന്റെ എല്ലാം ഓൺട്രപ്രണർ ചെയ്യാൻ പറ്റണമെന്നില്ല, അദ്ദേഹത്തിന്റെ മുകളിലുള്ള ആൾ. കാരണം ഇപ്പോൾ ഒരു മാനേജറുണ്ട്, താഴെ എക്സിക്യൂട്ടീവ് ഉണ്ട്. ഈ എക്സിക്യൂട്ടീവ് നന്നായി പെർഫോം ചെയ്യേണ്ടത് മാനേജറിനും കൂടി ആവശ്യമാണ്. കാരണം എങ്കിലേ മാനേജറുടെ ടാർഗറ്റ് മാനേജർ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാനേജറാണ് ഈ ഫീഡ്ബാക്ക് ഇദ്ദേഹത്തിന് നടത്തി അത് അദ്ദേഹത്തിന് ഈ താഴെയുള്ള ആളെ ഗൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോസസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ പെർഫോമൻസ് റിവ്യൂ ചെയ്യുമ്പോൾ വെയിറ്റേജ് ഫിക്സ് ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കണം സാർ ഒരു വെയിറ്റേജ് കൊണ്ടുവരേണ്ടത്? ഇപ്പൊ ചില പറയും കോർ കോമ്പറ്റൻസീസ് ഉണ്ടാവും, അതിന് ഇത്ര വെയിറ്റേജ് കൊടുക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് മെഷർ ചെയ്യേണ്ടത്. ഇപ്പോൾ സമഗ്രയിലാണെങ്കിൽ കോർ കോമ്പറ്റൻസി ഉണ്ടാവും, പിന്നെ അതിന്റെ കൂട്ടത്തിൽ അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ നമ്മുടെ വാല്യൂ സിസ്റ്റം എങ്ങനെയാണ്, അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളില്ലേ, അതിനെ പറ്റിയിട്ടൊന്ന് പറയാം. പൊതുവെ 4 വിഭാഗങ്ങളിലായിട്ടാണ് ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് റിവ്യൂ നടത്തുക. ഒന്ന് അയാളുടെ ജോബ് പ്രൊഫൈലുമായി ബന്ധപ്പെട്ട്, അതായത് ഒരാളെ നമ്മൾ എന്ത് ജോലിക്കാണോ എടുത്തത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഓർഗനൈസേഷൻ കൾച്ചറുമായി ബന്ധപ്പെട്ട. ഒരു ഓർഗനൈസേഷൻ അതിന് വാല്യൂ സിസ്റ്റം ഉണ്ടാകും, ആ കൾച്ചറുമായി ഇയാൾ എത്രത്തോളം യോജിച്ചു പോകുന്നുണ്ട്, അതാണ് രണ്ടാമത് അളക്കേണ്ടത്. മൂന്നാമത് അളക്കേണ്ടത് സെൽഫ് ഡെവലപ്മെൻറ്റ്. ഇയാൾ വളരുന്നുണ്ടോ, ഇയാൾ പഠിക്കുന്നുണ്ടോ, ഇയാൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ, അങ്ങനത്തെ എലമെൻ്റാണ് അത്. നാലാമത്തത് ടീം വർക്ക് അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ടീമായിട്ട് ഇയാൾ പ്രവർത്തിക്കണം. ബിസിനസ് എന്ന് പറയുന്നത് ഒരു ടീം വർക്കാണ്. ഇയാൾ നല്ല പെർഫോമൻസ്, പക്ഷേ ടീമായിട്ട് ഒരു ബന്ധമില്ല, ടീമിന് ഇഷ്ടമല്ല, ടീമായിട്ട് ആരും, അതാണ് നാലാമത്തെ.
ഈ 4 എലമെൻറ്റ്, ജോബ് പ്രൊഫൈൽ, അതുമായി ജോബുമായി ബന്ധപ്പെട്ട്, 2 അയാളുടെ സെൽഫ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട്, 3 ഓർഗനൈസേഷൻ കൾച്ചറുമായി ബന്ധപ്പെട്ട്, 4 ടീമുമായി ബന്ധപ്പെട്ട്, ഈ 4 ആംഗിളിൽ KPIകൾ തീരുമാനിക്കുകയും ഈ 4 ആംഗിളിലും അളക്കണം. എന്നാൽ ഇത് 4നും തുല്യ പ്രാധാന്യം കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഇയാളെ ജോലിക്കെടുത്തത് പ്രധാനമായ ഒരു ജോലി ചെയ്യാനാണ്. അപ്പോൾ അതിന് നമ്മൾ വെയിറ്റേജ് കൂടുതൽ കൊടുക്കും. ഉദാഹരണം 100 ആണെങ്കിൽ അതിൽ 70% അത് കൊടുക്കും, ബാക്കി 3 എണ്ണത്തിന് 10% കൊടുക്കും. ചില സ്ഥാപനങ്ങളിൽ മുകളിലുള്ളത് 60% കൊടുക്കും, ബാക്കിയുള്ള 3 എണ്ണത്തിന് 40% കൊടുക്കും. അതൊക്കെ ആ സ്ഥാപനത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കാര്യങ്ങളിലൊക്കെ അളക്കും. അതുകൊണ്ട് നന്നായി പെർഫോം ചെയ്താൽ മാത്രം പോരാ. ഇപ്പം ചില ആൾ നന്നായി പെർഫോം ചെയ്യും, പക്ഷേ ഓർഗനൈസേഷനിൽ തലവേദനയായിരിക്കും. അപ്പം ആ എലമെൻ്റ് കൂടി പരിഗണിക്കും എന്ന് പറഞ്ഞ് ചെയ്യണം. ഇങ്ങനെ ഡിഫറെൻ്റ് ആംഗിളിൽ നിന്ന് വേണം ഒരു പെർഫോമൻസ് റിവ്യൂവിൽ നമ്മൾ എംപ്ലോയീസിനെ മെഷർ ചെയ്യാനായിട്ട്. എങ്കിലേ ആ സ്ഥാപനത്തിന് അയാൾ ഒരു അസറ്റ് ആവുള്ളൂ, എങ്കിലേ അയാൾ വളരുള്ളൂ. ഇപ്പം നമ്മൾ ആദ്യം എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യുക പറഞ്ഞു, പിന്നെ മോണിറ്റർ ചെയ്യണതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, ഫീഡ്ബാക്ക് മെക്കാനിസം പറഞ്ഞു. 4 സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞത്. 1 എക്സ്പെക്ടേഷൻ സെറ്റിംഗ്, 2 അതിനെ കൃത്യമായി വർക്കിനെയും റിസൾട്ടിനെയും മോണിറ്റർ ചെയ്യുക, 3 അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവരുമായി ഇരുന്നു കൊണ്ട് റിവ്യൂ നടത്തുക, സ്കോറിംഗ് ചർച്ച ചെയ്യുക, ആ റിവ്യൂവിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫീഡ്ബാക്കും ഇംപ്രൂവ്മെൻറ്റ് സാധനങ്ങൾ ചെയ്തു കൊടുക്കുക. ഈ 4 സ്റ്റെപ്പ് പറഞ്ഞു. 5ാമത്തെ ഒരു സ്റ്റെപ്പ് കൂടിയുണ്ട്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള റിവാർഡ്സ്, റെക്കഗ്നേഷൻസ്, ചില സമയങ്ങളിൽ പണിഷ്മെൻറ്റുകൾ, ഇതെല്ലാം 5ാമത്തെ സ്റ്റെപ്പായിട്ട് വരും. നന്നായി പെർഫോം ചെയ്യുന്നവർക്കുള്ള റിവാർഡ്സ്, റെക്കഗ്നേഷൻസ്, അത്തരം കാര്യങ്ങൾ കൂടി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകും. അത് നമ്മൾ കൊടുക്കുകയും ചെയ്യണം. ഈ അങ്ങനെ 5 സ്റ്റെപ്പുകളിലുള്ള ഒരു സാധനം വളരെ ഇതിൽ പെർഫെക്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. ഒരു സ്ഥാപനമുണ്ട്, ഈ സ്ഥാപനത്തിൽ ഒരാളെ ജോലിക്കെടുക്കുമ്പോൾ അയാൾ എന്തൊക്കെ ജോലിയാണ് ചെയ്യേണ്ടത്, അതിനെന്ത് റിസൾട്ടാണ് കിട്ടേണ്ടത് എന്ന കാര്യം എഴുതി ഉണ്ടാക്കിയിട്ട് അയാളോട് പറയുകയും അയാളും നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാകുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും എനിക്ക് റിപ്പോർട്ട് തരേണ്ടത്, ആ റിപ്പോർട്ട് ഞാൻ ഡെയിലി മോണിറ്റർ ചെയ്യും. 3 അതിനെ എഴുതിക്കൊണ്ട് ഞാനൊരു സ്കോറിംഗ് സിസ്റ്റം ഉണ്ടാക്കും, അതിനെ വെച്ച് നമ്മൾ ചർച്ച ചെയ്യും, റിവ്യൂ. 4 ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് അയാൾ മെച്ചപ്പെടേണ്ടത് എന്ന് ഫീഡ്ബാക്ക് കൊടുക്കും. 5 അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള റെക്കഗ്നേഷൻ ആയിരിക്കും, അയാൾക്ക് ഉയർച്ചയായിരിക്കും, ഇൻക്രിമെൻ്റ് ആയിരിക്കും, അത് എന്താന്ന് പറഞ്ഞ് ചെയ്യുക. ഇത് നമ്മൾ മന്ത്ലി ചെയ്യണം, ഡെയിലിയും ചെയ്യാം. ഇപ്പോൾ ഉദാഹരണം, ഇന്നലത്തെ ഏറ്റവും നന്നായി സെയിൽ ചെയ്ത ഒരാൾക്ക് ഇന്ന് റെക്കഗ്നേഷൻ കൊടുത്തുകൂടെ? ചെയ്യാം. പക്ഷേ നിർബന്ധമായി മാസത്തിലൊരിക്കൽ ചെയ്യണം. ഇനി ഫുൾ റിവ്യൂ 3 മാസത്തിലൊരിക്കലെങ്കിലും ചെയ്യാം. സമഗ്രയിലൊക്കെ 1 മന്തിൽ നമ്മൾ റിവ്യൂ ചെയ്യും. അതുപോലെ നമ്മളൊരു കണക്റ്റഡ് ആയിരിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ വീക്കിലിയും ഇത് പറയാൻ പാടില്ല, ഞാൻ ഇത്ര വർക്ക്സ് ചെയ്തു, ചെയ്യാം. ഇപ്പൊ നമ്മുടെ സെയിൽസ് ടീമിന് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഡെയിലിയും വീക്കിലിയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ വീക്കിലിയും ചെയ്യാം. എല്ലാ ദിവസവും ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, ഈ ദിവസം മോശമാണെങ്കിൽ അടുത്ത ദിവസം കുറച്ചും കൂടി മെച്ചപ്പെടാൻ വേണ്ടിയിട്ടാണല്ലോ. ഇതിൽ ഏറ്റവും തലവേദനയുള്ള ഒരു സ്റ്റെപ്പ് ഏതായിരിക്കും സർ? ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു 5 സ്റ്റെപ്പുകളിൽ ഏറ്റവും ടഫായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? അല്ല, എക്സ്പെക്ടേഷൻ സെറ്റിംഗ് എന്ന് പറയുന്നത് പൊതുവെ ക്ലാരിറ്റി ഉണ്ടാവില്ല. ആ ഫസ്റ്റ് സ്റ്റെപ്പ് പിഴച്ചാൽ ബാക്കിയെല്ലാം പിഴയ്ക്കും. എക്സ്പെക്ടേഷൻ സെറ്റിംഗ് കൃത്യമായി പറയണം. നമ്മൾ തമ്മിൽ ഒരു ധാരണ ഉണ്ടാകുമ്പോൾ ഞാൻ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നും അത് അങ്ങനെ എക്സ്പെക്ടേഷൻ ഉണ്ടായാൽ എന്താണ്, ഉണ്ടായില്ലെങ്കിൽ എന്താണ് എന്നതിൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിലെ മിസ്അണ്ടർസ്റ്റാൻഡിങ് കുറയും. എക്സ്പെക്ടേഷൻ സെറ്റിംഗ് എവിടെയെല്ലാം തെറ്റുന്നുവോ അവിടെയെല്ലാം പ്രശ്നമുണ്ട്. കാരണം ഞാൻ നിങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു, നിങ്ങൾ എന്നിൽ നിന്ന് ചില കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു. ഇത് രണ്ടും സിങ്ക് ആകുന്നില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കുകയാണ് എല്ലാ കൊല്ലവും ഇൻക്രിമെൻ്റ് കിട്ടണം, നിങ്ങളുടെ എക്സ്പെക്ടേഷനാണ്. പെർഫോം ചെയ്യുന്ന ഒരാൾക്ക് ഇൻക്രിമെൻ്റ് കൊടുക്കാവൂ, ഇതാണ് എൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് കരുതിക്കൊള്ളൂ. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാരിഫൈ ചെയ്തില്ലെങ്കിൽ, നിങ്ങൾക്ക് ക്ലാരിറ്റി വന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ കോൺസെപ്റ്റ് ക്ലാരിറ്റി വന്നില്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു കൊല്ലം കഴിയുമ്പോൾ അടി കൂടും. സോ ആ ക്ലാരിറ്റി വളരെ പ്രധാനപ്പെട്ട. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി, ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ആരായിരിക്കണം? ഇപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ ചെയ്യണം, ഇതിനെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇത് മോണിറ്റർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള അക്കൗണ്ടബിലിറ്റീസ് ആരൊക്കെയാണെന്ന് കൂടി
ഒന്ന് പറഞ്ഞ നന്നായി. അല്ല, ഇതിൽ മുൻകൈ എടുക്കേണ്ടത് ഓൺട്രപ്രണർ തന്നെയാണ്, കാരണം അദ്ദേഹമുള്ള തലപ്പത്തിരിക്കുന്നത്. പക്ഷെ ചെറിയ സ്ഥാപനമാണെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ഇതിന് മുൻകൈ എടുക്കാം. പൊതുവെ ഒരു HR ഡിപ്പാർട്ട്മെൻ്റ് പെർഫോമൻസ് റിവ്യൂവിന് ഇനിഷ്യേറ്റീവ് ചെയ്യുക. പക്ഷെ എല്ലാം അവർ തന്നെ ചെയ്യാൻ പറ്റണം എന്നില്ല. ഇപ്പോൾ ഉദാഹരണം, ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലെ പെർഫോമൻസ് റിവ്യൂ നടത്തേണ്ടത് സെയിൽസ് മാനേജറാണ്. പക്ഷെ അതിൻ്റെ ടെംപ്ലേറ്റ്സ് ഉണ്ടാക്കുക, അതിൻ്റെ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക, അത് എങ്ങനെ ചെയ്യണമെന്നും സപ്പോർട്ടൊക്കെ ചെയ്യേണ്ടത് HR ആണ്. അപ്പോൾ HR ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാത്ത സ്ഥലത്ത് HR-ൻ്റെ ഇൻചാർജാണ് അത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓൺട്രപ്രണറാണ് അത് ചെയ്യേണ്ടത്. അത് 2 പേരുള്ള സ്ഥാപനമാണെങ്കിലും 2000 പേരുള്ള സ്ഥാപനമാണെങ്കിലും പെർഫോമൻസ് റിവ്യൂ പെർഫെക്റ്റായി ചെയ്യണമെന്നില്ല. തുടക്കത്തിൽ നമുക്ക് ചെയ്താണ് അത് പെർഫെക്റ്റ് ആവുക. പക്ഷെ നിർബന്ധമായി ചെയ്തില്ലെങ്കിൽ ആളുകൾ നിരാശരാകും, നിങ്ങൾ അതിനേക്കാൾ നിരാശരാകും. അപ്പോൾ സ്വാഭാവികമായി പ്രശ്നം ഉണ്ടാവും. ഈ പെർഫെക്ഷൻ നോക്കിയിരിക്കുക എന്നുള്ളതായിരിക്കും ചിലപ്പോൾ പലപ്പോഴും ഇത് പിന്നോട്ട് പോകാനായിട്ടുള്ള ഒരു കാരണം. എല്ലാം ശരിയായിട്ട് ചെയ്യാന്ന് വിചാരിച്ചില്ല, അങ്ങനെ സംഭവില്ല. അപ്പോൾ ഒരു ലാസ്റ്റ് ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് പോലെ ഒരു മെഷർ ചെയ്യണതിന്റെ ഇമ്പോർട്ടൻസ് ഓർഗനൈസേഷനിൽ എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നെ എന്ത് ചെയ്യാം സാർ? മെഷർ ചെയ്യപ്പെടാത്ത വിഭവങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ വേസ്റ്റ് ആകും. അതുകൊണ്ട് എല്ലാ റിസോഴ്സുകളെയും അളക്കണം. പ്രത്യേകിച്ച് ഫിനാൻസ്, HR. ഇതിൽ ഫിനാൻസ് അളക്കുന്ന അത്ര എളുപ്പമല്ല HR എന്ന് പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് അളക്കുക എന്ന് പറയുന്നത്. പക്ഷേ നല്ല പ്ലാനിങ് ഉള്ളവർക്ക് HR-ഉം അളക്കാൻ പറ്റും. അളക്കപ്പെടുന്ന ഹ്യൂമൻ റിസോഴ്സുകൾ കാര്യമായി പെർഫോം ചെയ്യും, ഉയർച്ചയുണ്ടാകും. അപ്പോൾ ഒരു ബിസിനസിന്റെ ഒരു ഹൈ ഗ്രോത്തിലേക്കും പിന്നെ ഒരു ഇമ്പ്രൂവ്മെന്റിനും വേണ്ടിയിട്ട് ഓർഗനൈസേഷനിൽ എന്തായാലും നമ്മളൊരു പെർഫോമൻസ് റിവ്യൂ സിസ്റ്റം ഇന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും ഇതായിട്ട് ഒരു ഓൺട്രപ്രണർ ചെയ്തിരിക്കണം. അപ്പോൾ ഇത് ഈ ഒരു ടോപ്പിക്ക് വളരെ എന്താ പറയുക ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിരുന്നു. ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് സാറുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റി. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നമ്മൾ ഇനിയും നല്ലൊരു ബിസിനസ് ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.